ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ NHKL60 വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമുള്ളവരെ. പിന്നെ നമ്മുടെ നാട്ടിൽ മഴയ്ക്ക് കഴിഞ്ഞു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് മഴ? നല്ല മഴ. നമ്മളെ ഗുഡ്ലൂറ്റ് ഊട്ടി വരെ വലിയ പ്രശ്നം, ഒരു ചെറുത്ത് മണ്ണിടിഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം കമ്മിയായി വരുന്നുണ്ട്. ശരിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങളെ സപ്പോർട്ടൊക്കെ കാണാനുണ്ട്. നല്ല സപ്പോർട്ടാണ്. ഇനിയും നിങ്ങളെ സപ്പോർട്ടിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കോപ്രായൊക്കെ കാട്ടി കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്താ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ കാരണം എന്താ? എന്തോ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങള്. എന്താണ് ഞാൻ പറഞ്ഞത്? എന്തോ ഒരു കഥ പറഞ്ഞല്ലേ? ചെറിയ കാലത്ത് നിങ്ങളെ ചെറിയ വയസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഉണ്ടായത്. എല്ലാരും ബുദ്ധിമുട്ടിട്ടാണ്. എല്ലാവരും ബുദ്ധിമുട്ടി, എല്ലാരുടെ ലൈഫിലും. അല്ല, ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് അല്ല, നമ്മള് കുട്ടികൾക്ക് ഭക്ഷണം, ഈ പിസ്സ വാങ്ങി കൊടുക്കുന്നത്, പല ഇതൊക്കെ വാങ്ങി കൊടുക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഇങ്ങനെ കമന്റ് ആയിട്ടല്ല, കുറെ ആൾക്കാർ ഇങ്ങനെ ഞങ്ങൾ ഡയറക്റ്റ് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, നമ്മൾ ചെറുപ്പത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ഭയങ്കര സംഭവമായിട്ടൊന്നും അല്ല, ഇപ്പോഴും ബുദ്ധിമുട്ടിട്ട് തന്നെയാണ്. പക്ഷെ ചെറുപ്പകാലത്ത് ഇതൊന്നും കാണാനും കിട്ടാനും ഒന്നും പറ്റില്ലേ. കാരണം എന്താ പറഞ്ഞാല്, നമ്മുടെ വാപ്പ വന്നിട്ട് ചെറുപ്പത്തിൽ തന്നെ, ചെറുപ്പകാലത്ത് എൻ്റെ വാപ്പാൻ്റെ 3 വയസ്സിലോ 4 വയസ്സിലായിട്ടാണ് വാപ്പാൻ്റെ ഉമ്മ മരിച്ചത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം എത്ര കഷ്ടപ്പെട്ടാണ് വന്നതെന്ന്. ഉപ്പാൻ്റെ ജ്യേഷ്ഠത്തിയാളാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഉപ്പാൻ്റെ ഉപ്പ വന്നിട്ട് മരിച്ചിട്ട് ഒരു 10-20 കൊല്ലമായിട്ടുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട്. ഉമ്മ മരിച്ചിട്ട് അപ്പോൾ ഇപ്പാനെ നോക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പ വന്നിട്ട് 10 വയസ്സിലാണ് ബേക്കറി ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ആ കാലത്തേക്ക് ബേക്കറി ഫീൽഡ് വെച്ചാ അപ്പത്തെ ഈ നാട്ടിലത്തെ ബേക്കറി മീൻസ് എന്താ പറയാ, എന്താ ഉദ്ദേശിച്ച് പറയും? സാധാ വർക്ക് എന്നല്ല, ബേക്കറി അടുപ്പിലാണ് പണി. ഈ അടുപ്പില് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് അറിയില്ല. ഇപ്പത്തെ കുട്ടികളൊന്നും പണി പഠിക്കണോല് അടുപ്പിലൊന്നും. ആദ്യത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ തകരം തുടക്കണം. കണ്ടമാനം തകരം, ഈ ചാക്കുണ്ടല്ലോ, ചാക്ക് കട്ട് ചെയ്തിട്ട് തകരം 1000-ഓളം തകരം ഇങ്ങനെ തുടച്ചിങ്ങനെ വിടണം. അപ്പൊ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ക്ഷമല്ല തുടക്കാനൊന്നും. പഠിക്കണം, ഒരു പെട്ടെന്ന് കേക്ക് പണി എടുക്കുക, പഠിക്കണം, കേക്ക് മാസ്റ്റർ ആകണം, അങ്ങനെ പോകണം. ഈ തറയിന്ന് ഇറങ്ങൂല, തറയിന്നാണ് കയറൂല. ഈ വാപ്പയ്ക്ക് എന്ന് പറഞ്ഞാല് അത്രത്തോളം കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാല് ചെറുപ്പത്തിൽ നിങ്ങൾ തന്നെ ആലോചിക്കണം, 10 വയസ്സ് 11 വയസ്സിലായിട്ട് ഈ പണിക്കിറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ കരിയിൽ തന്നെ ജീവിതം. ഇപ്പോഴത്തെ അടുപ്പ് ഗ്യാസ് അടുപ്പാണ്. പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ. അടുപ്പിൽ മരം ഉണക്കി, അതിൻ്റെ ഉള്ളിൽ ഉണക്കുന്നല്ല പറയാം, മരം വെട്ടി ആ മരത്തിന്റെ കഷ്ണങ്ങളൊക്കെ ആ അടുപ്പിന്റെ ഉള്ളിൽ വലിയ, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, വലിയൊരു അടുപ്പിന്റെ ഉള്ളിലേക്ക് മരക്കഷ്ണങ്ങളൊക്കെ ഇട്ട് അത് കത്തിച്ച് അതിന്റെ നമ്മളൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമ്മളുണ്ടായിന് ആദ്യം അടുപ്പുണ്ടായിന്, അങ്ങനത്തെ ഒരു അടുപ്പ്. ഞങ്ങൾ വർക്ക് ഇവിടെ ഹോൾസെയിൽ കൊടുത്തുന്ന സമയത്ത് ഒരു 10 കൊല്ലത്തിന് മുമ്പ്, 10-15 കൊല്ലം മുമ്പ്. അപ്പോൾ 15 കൊല്ലം ഉണ്ടാവും. നമ്മൾ ഇജ്ജ് വരുന്നതിന് കുറെ മുമ്പാണ്. ഞങ്ങൾ കൂടുതലൊരു വർക്ക് ഈ കേക്കൊക്കെ കൊടുത്തില്ല. അടുപ്പ് സ്വന്തമായിട്ട് അടുപ്പുണ്ടായി. അപ്പോൾ ഒക്കെ ഇങ്ങനത്തെ അടുപ്പ് തന്നെ, സ്വന്തം ബസ് അവിടെ. എന്നിട്ട് ഈ അടുപ്പ് വിറകൊക്കെ കരിഞ്ഞ് കത്തി, അതിന്റെ കണല അതിന്റെ ശേഷം ആ കണല് കണലാണ് തന്നെ പറയാം, അത് എടുത്ത് കളയും. എന്നിട്ട് അതിന്റെ ചൂടേക്കറി ഈ അടുപ്പിന്റെ ഉള്ളിൽ അതിൽ വെച്ചിട്ടാണ് ഈ ബേക്കറിത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാ സാധനങ്ങളും, ഈ ചൂട് ഭയങ്കര ചൂടുണ്ടാവും. അടുപ്പ് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അടുപ്പാണ് അത്. നിങ്ങളെ വലിയൊരു ഗുഹമാരിയാണ്. ഗുഹന്റെ ഉള്ളിൽ, അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ ചട്ടകം വെച്ച് ഇങ്ങനെ എടുക്കുന്നത്. ആ സംഭവങ്ങളൊക്കെ ആയിരുന്നു പണ്ട്. ഇപ്പോഴൊക്കെ അങ്ങനത്തെ ഗുഡ്ലൂർ എവിടെ ഇല്ല, വേറെ എവിടെ ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ എല്ലാം ഗ്യാസിലായാലും എല്ലാം എളുപ്പപ്പണിയായി. ഇപ്പൊ തകരം തുറക്കണ തന്നെ ഇപ്പൊ കമ്മിയാ തോന്നുന്നുണ്ട് ആൾക്കാർ. കേക്ക് ഉണ്ടാക്കുക, അന്നൊക്കെ ഈ 100 റുപ്യക്ക് ശമ്പളം ഉണ്ടായിരുന്നു. 100 റുപ്യ 60 റുപ്യ. എൻ്റെ അപ്പൊക്ക് ഞാനൊക്കെ കറക്റ്റ് 2000 വരെ 200 റുപ്യ ശമ്പളം. 200 റുപ്യ. നമ്മൾ ടെസ്റ്റ് കയറാനൊന്നും പൈസ ഇല്ല. ഞാൻ കൂലിപ്പണി എടുത്തിട്ടൊക്കെയാണ്. കൂലിപ്പണി എടുക്കാറുണ്ട്. ഞാൻ സ്കൂൾക്കാരനായിക്കോട്ടെ, പിന്നെ സ്കൂൾക്കാരനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, നേരെ കല്ലേറ്റാൻ പോയിട്ട് അവിടുന്ന് അതിൽ കിട്ടുന്ന പൈസ ആയിട്ടാണ് ഞാൻ കരാത്തിന്റെ ഫസ്റ്റ് ടെസ്റ്റിലേക്ക് കയറിയത്. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഇവിടുന്ന് കുറച്ച് ഒരു 1 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളെ വീടുണ്ടായിരുന്നത്. 2000-ലാണ് ഞങ്ങൾ ചെമ്പാല പറഞ്ഞ കുറച്ച് 1 കിലോമീറ്റർ ഇങ്ങോട്ട് വരാൻ കാരണം. അപ്പോൾ അതുവരെ ഞങ്ങൾ വാടകയ്ക്ക് റൂമിലൊക്കെ ആയിരുന്നു. വാടകയ്ക്ക് റൂമിൽ ആ ചോട്ടിലിട്ടാവും, ചോട്ടിലെല്ലാം പാടെ കഴിഞ്ഞോളും. അപ്പോൾ ഒരു റൂമിൽ 2 റൂമേ ഉണ്ടായിരുന്നു. ഒരു അടുക്കളയും ഒരു ബെഡ്റൂമും. ഈ ബെഡ്റൂമിൽ തന്നെ ഞങ്ങൾക്ക് ഡൈനിങ് ഹാൾ എല്ലാം സുനിക്കുക, എല്ലാം അതിൻ്റെ ഉള്ളിൽ. ഞങ്ങളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ 3 പേരാണ് ഞങ്ങൾ. 3 ആണുങ്ങളാണ്. 3 ആണുങ്ങളും വാപ്പിയും മേലെ, ഈ കട്ടിലിന് മേലെ കിടക്കും, ഞങ്ങൾ താഴെ കിടക്കും. അങ്ങനെയൊക്കെയാണ് ഒരു ലൈഫ്.
പിന്നെ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ തടിയൊക്കെ എന്താന്ന് പറഞ്ഞാൽ കേക്ക് എന്നിട്ടാ നിങ്ങളൊക്കെ കേക്ക് തിന്നുണ്ടാവില്ല ആ സമയത്തൊന്നും മക്കളെ. ഞങ്ങളൊക്കെ എത്ര കാലം മുമ്പ് കേക്ക് എന്നാ തുടങ്ങിയാറാ കേക്കോ കേക്ക് എന്ന് പറയണ്ട. പിന്നെ അതൊരു രസമുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാല് അല്ല എന്നോട് പറഞ്ഞ കഥ എങ്ങനല്ലേ അല്ല എന്താ കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോ കേക്ക് എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വാപ്പ എപ്പോഴും പാവം പണി കഴിഞ്ഞ് വരുമ്പോ ഇത്ര ഒരു ഇതുണ്ട് എന്നൊരു സഞ്ചി, ആ സഞ്ചി ഫുള്ള് കേക്കൊക്കെ. കേക്ക് എന്ന് പറഞ്ഞപ്പോ ഇനി ഞങ്ങൾക്ക് അറിയില്ലല്ലോ സംഭവം എങ്ങനെയാണ് ഈ സംഭവം കിട്ടണതെന്ന്. സംഭവം ഞങ്ങള് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാരണം നിങ്ങൾക്കൊക്കെ ഒരു മോഡൽ കേക്കല്ലേ നിങ്ങളെ വീട്ടിൽ എത്തുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് പല കളറിലും പല ടേസ്റ്റിലും ഉള്ള കേക്ക് ഞങ്ങൾക്ക് കിട്ടും, ഡെയിലി കിട്ടും. അല്ലെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ വളർന്നതാണ് ഞങ്ങൾ മൂന്നാളും. എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ തിന്നോന്ന് അറിയില്ല. കാരണം നിങ്ങൾ ബേക്കറി ഫീൽഡിൽ ഉള്ളിൽ ഒരു അടുപ്പിലൊക്കെ പോയാലും അറിയാം, ഈ കേക്കിൽ മുറിക്കുമ്പോൾ കേക്കിന്റെ സൈഡ് വെട്ടിയിട്ട് വേസ്റ്റ് ആക്കുന്നത്. അപ്പൊ ആ സാധനമാണ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരിക. അപ്പൊ ഞങ്ങൾക്ക് അത് മതി. കാരണം ഞങ്ങൾക്ക് വളരെ അതുപോലെ. കാരണം ഞങ്ങൾക്ക് അറിയില്ലല്ലോ, ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങൾ അയൽവാസികൾക്ക് ആർക്കും അറിയില്ല. ഓലെ വിചാരം തമ്മിൽ ഇവര് വലിയ ഡെയിലി കേൾക്കുന്നില്ല. അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലാണ്, നമ്മൾ അടുപ്പിലൊക്കെ പോകാനായപ്പോൾ അടുപ്പിലൊക്കെ കാണാൻ പോകുമ്പോൾ ഈ ബേക്കറിന്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാണ്. ഇത് വന്നിട്ട് ഇത് വേസ്റ്റ് ആയിരുന്നു. ഒരു വേസ്റ്റ് പറഞ്ഞാൽ കേക്കിന് നമ്മൾ നിങ്ങൾക്കൊക്കെ ഒന്നും അറിയുന്നില്ല, നിങ്ങൾക്ക് അറിയോന്ന് എനിക്കറിയില്ല. നമുക്കൊരു പീസ് കേക്ക് ഉണ്ടാവും, അത് കട്ട് ചെയ്യും, ഷേപ്പിലാക്കും, ബാലൻസ് ചെയ്യുന്ന പീസ്. ആ പീസാണ് ഞങ്ങൾക്ക് കവറിൽ വീട്ടിൽ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ അങ്ങനെ അതും ഒരു കളറിലല്ലോ, പല കേക്കല്ലേ, എല്ലാ കേക്കും പീസ് ആക്കുമ്പോൾ പല കളറിൽ കിട്ടും. ഞങ്ങൾക്ക് പല ടേസ്റ്റും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര, ഞാൻ വിചാരിച്ച അന്ന് ഭയങ്കര ഡെയിലി കേക്ക് കൊണ്ടുവരണേ. പിന്നീടല്ലേ മനസ്സിലാണ് ഇതിന്റെ ഗുഡൻസ്. പാവം വേറെ വഴിയില്ലാത്തോണ്ടാക്കും അത് അങ്ങനെ എങ്ങനെയത്. അത് ഇപ്പൊ ഇങ്ങനെ ആരും തിന്നില്ല തോന്നുന്നുണ്ട്. ഇപ്പൊ ആരും അങ്ങനത്തെ തിന്നുള്ളത് ഇല്ല, കൊണ്ടുപോയില്ല. അതിന് ഇപ്പത്തെ കുട്ടികൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റേ പറ്റില്ലല്ലോ. ഇപ്പത്തെ കുട്ടികൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് പോരാ, ബ്ലൂബെറി പോരാ, സ്ട്രോബെറി പോരാ, ഓൽക്കോല്ല ആഗ്രഹങ്ങളെ. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച ഇതൊക്കെ ഇനിയിപ്പോ നമ്മൾ പണ്ട് കാലത്താണെങ്കിൽ ഇതിന്റെയൊക്കെ തുണ്ട് നമ്മൾ തിന്നേണ്ട വകയായിരുന്നില്ലേ. നമ്മൾ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എന്റെ കുട്ടികൾക്ക് എല്ലാം മാക്സിമം എത്രത്തോളം വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അതൊക്കെ വാങ്ങിക്കൊടുക്കും. അത് എന്തായാലും നമുക്ക് നാളെ ഇങ്ങനെ പറയുന്നല്ലോ. ഇപ്പോഴും നമ്മൾ പാപ്പനെ കുറ്റം പറയല്ലോ കേട്ടോ. കാരണം ആ സമയത്ത്, കാരണം കേക്കിന്റെ പീസ് കിട്ടാത്ത ആൾക്കാരെ മുക്കാവാസി ആൾക്കാർ ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാ കേക്കിന്റെ പീസ് ഇട്ടീണ്, കേക്ക് ഇട്ടില്ലേ, കേക്കിന്റെ മൂല ഇട്ടീണല്ലോ. അതന്നെ വലിയ കാര്യല്ലേ. പിന്നെ എന്താ പറയാനുള്ളത്, അതാ ഞാൻ പറഞ്ഞു, വാപ്പ കുറെ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയുള്ളത്. ഇപ്പൊ ഇഷ്ടപ്പെട്ടു അതന്നെ. പക്ഷെ ഉമ്മയും പേരയിൽ നിന്നിട്ട് കുറെ കാര്യങ്ങൾ ഇമ്മ വന്നിട്ട് ആ സമയത്ത് വന്നിട്ട് 2000 മുമ്പൊക്കെ ബാഗ് ഉണ്ടാവും. ബാഗ്, ഈ തുന്നണ ബാഗ് ഉണ്ടല്ലോ, ഇവിടെ ചായച്ചടിക്ക് പണിക്ക് പോണ ആൾക്കാര് ഒരു ബാഗ് എടുത്തിട്ട് പോവല്ലോ. ആ ബാഗ് ചോറൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുമ്പോ ഒരു ടിഫിൻ ബോക്സ് കൊണ്ടുപോകുന്ന ഇതുണ്ട് ബാഗ്. ആ ബാഗ് വീട്ടിൽ നിന്നിട്ട് തുന്നി ഉണ്ടാക്കി കുറെ പൈസ ഉണ്ടാക്കും കേട്ടോ. ഉമ്മ ഉണ്ടാക്കി. പിന്നെ ഉമ്മക്ക് വേറെ ടൈപ്പ് റൈറ്റ് അത് ആ സംഭവം അതിനൊക്കെ നല്ല പോയി കേട്ടോ. അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കി. പിന്നെ ഞാന് വേറെ മക്കളൊക്കെ വലുതായപ്പോ പിന്നെ വലിയ ജ്യേഷ്ഠന് 2000 ഓന് ആ എക്സാം 10th എഴുതിയതിന് ശേഷം ഓൻ എന്ത് ചെയ്തു, നമ്മളിവിടെ ഐഡിയൽ സ്കൂളിൽ ഓന് മുസ്ലിം മാസ്റ്ററിന് ഇഷ്ടപ്പെട്ടു. ഓനെ അവിടെ തന്നെ ഒരു 10-16 കൊല്ലം 17 കൊല്ലമായിട്ട് അല്ല 10th അവിടെ തന്നെ +2 അവിടെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയത് ഓനെ അവിടെ തന്നെയാണ്. അപ്പോൾ ഓൻ അവിടെ തന്നെ പഠിച്ച് ഓനെ അവിടെ തന്നെ ജോലി KRS പാസൽ സർവീസിന്റെ മാനേജ്മെന്റ് ആയിട്ട് ഓന് അവിടെ കുറേ വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓനും കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെ കേട്ടോ ഓന് ഈ വട്ടാരത്തേക്ക് എത്തി. അപ്പോൾ എൻ്റെ ചെറിയ ഏട്ടന് ഇപ്പോൾ നമ്മളൊന്ന് ഇപ്പോൾ അൽഹംദുലില്ലാ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് ഇവിടെ എത്തി. അപ്പോൾ 3 ആളും കല്യാണം കഴിഞ്ഞ് 3 ആൾക്കും 3 ഭാര്യമാരും അതിൽ കുറേ 7 കുട്ടികളുമായി. 7 കുട്ടികളാകുമ്പോൾ എനിക്ക് 2, ചെറിയ ജ്യേഷ്ഠനിക്ക് 2, 3 ആൾക്ക് 3 അല്ല ഫസ്റ്റത്തെ മൂത്താൾക്ക് 3 ഞാൻ പറയുന്ന പൊട്ടത്തലുണ്ടെങ്കിൽ സഹിച്ചാളിട്ടാവും, കുറച്ചൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ചെല്ലാം നല്ല തരും. അതെല്ലാം നിങ്ങളിപ്പോ പറഞ്ഞ് ശരിയായി, ഞാൻ കേട്ടു. കുറെ ആൾക്കാർ നമ്മളെ ഫാമിലിയിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ ചെയ്യും, ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ചെയ്യും. ആരെയും പോലെ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ ചെയ്യുന്നതേ നമുക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഞങ്ങള് പലതരം ഐഡിയക്ക് നോക്കും, പക്ഷെ ലാസ്റ്റ് ഞങ്ങളെ മാറ്റി തന്നെ ആവുന്നത്. എങ്ങനെയാണോ ഞങ്ങള് പലവരും ഇങ്ങനെ നോക്കും, നമുക്ക് ആദ്യം മരിച്ച ലാസ്റ്റ് ശുക്കൂർ പത്തു എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ കഴിച്ചു തന്നിട്ട് കുറെ ആൾക്കാർ ഇതേപോലെ ചെയ്യും. അതെങ്ങനെയാ അത് ഓരോതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓരോ ചെയ്തോട്ടെ, നമുക്ക് അറിയണ മാതിരി ചെയ്യട്ടെ കേട്ടോ. നിങ്ങൾ എങ്ങനെയും സപ്പോർട്ട് മാത്രം ഉണ്ടായാൽ മതി.
പിന്നെ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഒരു വീഡിയോ കമന്റ് വന്നിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്താണ് പണിക്ക് പോയി വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെയെന്ന് അങ്ങനത്തെ കമന്റ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറയാലോ, എനിക്ക് ഈ പണി മാത്രമൊന്നുമല്ല, ഞാൻ സ്കൂൾ തുറന്നാൽ സ്കൂളിൽ ഫിസിക്കൽ ട്രെയിനറാണ്. ഞാൻ കരാത്തെ, ബോക്സിങ്, കിക്ക് ബോക്സിങ്, അങ്ങനെ മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതേമാതിരി സ്വന്തം സ്ഥാപനം ഉണ്ട് നമുക്ക്. നമ്മളെ ഒരു ഫിറ്റ്നസ് സെൻറ്റർ, അവിടെ വന്നിട്ട് കരാത്തെ, ബോക്സിങ്, കിക്ക് ബോക്സിങ്, ജൂഡോ എല്ലാം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കൊരു ഇവിടെ അടുത്ത് തന്നെയാണ് അതിൻ്റെ ഫിറ്റ്നസ് എന്നാണ് അതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. ഇയാളും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ, സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇയാൾ കാണുന്ന മാതിരിയല്ല, ഇയാൾ ജൂഡോയിലൊക്കെ പോയി മാച്ചിനൊക്കെ പോയ ആളാണ്. ഗോൾഡ് മെഡൽ, കൊച്ചിയിൽ പോയിട്ട് ഗോൾഡ് മെഡലിസ്റ്റാണ്. ഭയങ്കര സംഭവമാണ്, കാണുന്ന മാതിരിയല്ല. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത് കുടുങ്ങി, ഇപ്പൊ ഞാൻ ഓളത്തുനിന്ന് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, സത്യമാണ് കേട്ടോ, എന്റെ പുറത്ത് ഫുള്ള് അടിയാളാ ഇയാൾ അടിച്ചിട്ട്. ശരി, പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? അപ്പൊ ഇത് ഇനിയും കുറെ കഥകളുണ്ട്. കഥകൾ ഞങ്ങൾ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ എന്താ പറയുക, ഇത് പറയണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഞങ്ങളായൊരു കഥ തന്നെ ഉണ്ട്, വലിയൊരു കഥയാണ്. അതിനൊരു ക്ലൂ തരാം. ഞാൻ കുറേ ദിവസമായി ഞങ്ങളൊരു കഥ ഉണ്ട്. ആ കഥ നിങ്ങൾ കേട്ട് കഴിഞ്ഞാല് അത്രത്തോളം ഉണ്ട്. കാരണം ഞങ്ങൾ ലവ് മാരേജ് ആണ്. അപ്പൊ നിങ്ങൾ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇയാള് വന്നിട്ട് കാസർഗോഡുള്ള ആളാണ്. കാസർഗോഡ് മാത്രമല്ല, പക്ഷെ ഞാൻ പഠിച്ചതൊക്കെ ഞാൻ ഇവിടെ തന്നെ. ഇവിടെ 4 കൊല്ലം ഇവിടെ പഠിച്ചിട്ടുള്ളൂ. 6 കൊല്ലം വെറുതെ 4 കൊല്ലം ഇവിടെ 6 കൊല്ലം ഇതിനെ പറ്റിച്ചതാരേ? എന്ത് 6 കൊല്ലം ഞാൻ ഇവിടെ പഠിച്ചു. സംഭവം എന്ന് പറഞ്ഞാൽ ഇയാള് കാസർഗോഡാണ്. ഇയാളെ ഇമ്മ വന്നിട്ട് ഗൂഡല്ലൂരിലാണ്. അത് വേറൊരു കഥയാണ്. അത് വേറെ കഥ. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞു ഇയാളെ ലൈഫിൽ ട്വിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇയാളെ ലൈഫിൽ ഫുള്ള് ട്വിസ്റ്റ് മാത്രം വന്നു കൂടിയതാണ് ഈ ഒരു ട്വിസ്റ്റ്. ഇത് ഞാന് ഇത്ര ട്വിസ്റ്റ് ഉള്ള ആളാണ് ഞാൻ വിചാരിച്ചില്ല. ലൈഫിൽ നിങ്ങളെ ലൈഫിലൊക്കെ ട്വിസ്റ്റ് പറഞ്ഞാൽ ഏകദേശം ഒരു സ്ഥലത്തെ ട്വിസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് നടക്കും. പക്ഷെ എല്ലാ ട്വിസ്റ്റും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പറയാനൊന്നും ഇരുന്നില്ലല്ലോ. കുറച്ച് പറഞ്ഞിട്ടില്ല, അത് വേറെ വിഷയം. അത് ഇപ്പൊ നമുക്ക് ആ എപ്പിസോഡ് പറയുമ്പോ നമുക്ക് പറയാം. അപ്പൊ ഞാൻ ആ എപ്പിസോഡ് അറിയണതൊക്കെ ഞാൻ പറഞ്ഞു. ഇല്ല ഇയാൾക്ക് അറിഞ്ഞിട്ടും കൊറേ കാര്യങ്ങൾ മറച്ചു വെച്ചിനി സംഭവങ്ങൾ. അത് ഞാൻ ഇപ്പൊ പറയില്ല. അത് നമുക്ക് ആ എപ്പിസോഡിൽ കിട്ടും. അതാണ് ഞാൻ പറയുന്നത്. മാറ്റണ്ടോ? രണ്ടും കിട്ടുമെന്ന് ഇപ്പൊ കേട്ടില്ല. ഇപ്പൊ നമ്മള് വെറുതെ ഒന്നല്ലല്ലോ പറയുന്നത്. കൊറേ കാര്യങ്ങള് അങ്ങനൊന്നുമില്ല. ഗൂഡല്ലൂരിൽ നിന്ന് ഞാൻ ഇയാളെ കാണാൻ വേണ്ടിട്ട് കാസർഗോഡിലേക്ക് പോകുന്ന ആദ്യ ദിവസം എന്തിനു വന്നു? അവിടെ ട്വിസ്റ്റ്, ആദ്യത്തെ ട്വിസ്റ്റ് അവിടെ. ഞാൻ ഈ കാസർഗോഡ് പറയുന്ന 10-12 കൊല്ലം അതറിയാത്തത് എന്റെ തെറ്റല്ല. കാസർഗോഡ് എവിടെയെന്ന് അറിയാത്തത് വേറൊന്നുണ്ട്. ഇയാൾക്ക് പറയാൻ അറിയില്ല കാസർഗോഡ് എവിടെ. അപ്പൊ ഞാൻ ചെറിയ കുട്ടിയേനി. ഞാൻ പറഞ്ഞാ എന്താ പറയാ, ഇനി എന്ത് കല്യാണം. അപ്പൊ അത് ഞാൻ ഇൻഷാ അല്ലാഹ് അപ്പൊ തള്ളിട്ട് ഇല്ല, പറയില്ല, ഒന്നും പറയില്ല. ഇതോടെ നമ്മൾ അത് ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ സപ്പോർട്ട് ചെയ്താൽ ആ വീഡിയോ വരും. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ. നിങ്ങൾ കമന്റ്